മോർണിംഗ് വൈബാണ് ബ്ലൂ സിറ്റിൻ്റെ. ഞങ്ങൾ താമസിക്കുന്ന ആ ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ്. വാ, പൊളിച്ച സെറ്റപ്പ്. സൂര്യോദയത്തിന് സമയമാവുന്നുള്ളൂ. ഇവിടെ 7 മണിയൊക്കെ ആണ്. ഇപ്പോൾ സമയം 7:10. അല്പസമയത്തിനുള്ളിൽ സൂര്യ ഉദിച്ചുയരും. ഓ, ആ ഭാഗത്തേക്കാണ് തോന്നുന്നു ബ്ലൂ സിറ്റിൻ്റെ മെയിൻ ഇത്. മെഹ്റാഗഞ്ച് ഫോർട്ട, അങ്ങനത്തെ ഒരു ഫോർട്ടാണിത്. അതിന് തൊട്ട് താഴെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. വാ, സൂപ്പർ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും മെഹ്റാഗഞ്ച് ഫോർട്ടിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. ഹോട്ടലിൽ നിന്നും നടക്കാനുള്ള ദൂരമേ ഈ കോട്ടയിലേക്കുള്ളൂ. രാവിലെ ഏതായാലും ഒന്ന് നടക്കാമെന്ന് തീരുമാനിച്ചു. അതുകൂടാതെ ഈ ബ്ലൂ സിറ്റിയുടെ ഈ കൺസ്ട്രക്ഷനൊക്കെ ഒന്ന് കാണാമല്ലോ. ഈ ബ്ലൂ സിറ്റി എന്ന് പേര് വരാൻ കാരണം ഇവിടെയുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ നീല ചായമാണ് അടിച്ചിട്ടുള്ളത്, നീല പെയിൻറ്റ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. മറ്റു കളറുള്ള ബിൽഡിങ്ങുകൾ ഇപ്പോൾ ഉണ്ട്, മുമ്പൊക്കെ ഫുള്ളായിട്ട് നീലയായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം ഈ ഓൾഡ് സ്ഥലം, ഈ ഓൾഡ് സെറ്റിൽമെൻറ്റുള്ള ഈ സ്ഥലം ഫുള്ളായിട്ട് നീല പെയിൻ്റ് അടിച്ചിട്ടാണ് ഈ വീടുകൾ, താമസം, കടകളായാലും എല്ലാം നീല പെയിൻറ്റിലാണ്. ഭയങ്കര രസമായിട്ടത് കാണാൻ. എല്ലാ വീടിനും നീല പെയിന്റ്. എങ്ങനെയാ ഇത് ഈ നീല എന്നുള്ള കൺസെപ്റ്റ് വന്നത്? അങ്ങനല്ല, ഇത് നോക്കൂ, ആ മുകളിലേക്ക് കാണുന്നതാണ് നമ്മുടെ മെഹ്റാഗഞ്ച് ഫോർട്ട്. അവിടേക്കാണ് നമ്മൾ നടക്കുന്നത്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കയറ്റം കുത്തനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും വേണ്ടില്ല, നമ്മൾ നടന്ന് കയറാൻ തന്നെ തീരുമാനിച്ചു. നിരവധി ടൂറിസ്റ്റുകൾ ഈ ഗല്ലികളിലൂടെയൊക്കെ ഞങ്ങളെപ്പോലെ തന്നെ നടന്നിട്ടാണ് ഈ ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോർട്ടിലേക്ക് വാഹനം കൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട്. അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ വരെ വാഹനം കൊണ്ടുപോകാം. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് അതിനകത്ത് പ്രവേശിക്കുകയും ചെയ്യാം. ജോധ്പൂർ ടൗണിൻ്റെ ഒരു വിദൂര ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഈ ഫോർട്ടിലേക്ക്, മെഹ്റാഗഞ്ച് ഫോർട്ടിലേക്ക് നടന്നു കയറുന്ന വഴിയിൽ നിന്നും എടുത്ത ഒരു വ്യൂ ആണിത്. നമ്മളീ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, വളരെ വലിയൊരു കോട്ടയാണ്. ഒരുപാട് ഏരിയ ഉണ്ട്, ഒരുപാട് സമയം എടുക്കും ഇത് കണ്ടു തീരാൻ.
മിനിമം ഒരു 3 മണിക്കൂർ സമയമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ഓട്ടപ്രദർശനം നടത്തി ഈ കോട്ട മുഴുവനായിട്ടും കാണാൻ പറ്റുള്ളൂ. ഞങ്ങളിന്ന് ഉച്ചവരെയുള്ള മൊത്തത്തിലുള്ള പ്രോഗ്രാം ഈ കോട്ട മുഴുവനായിട്ട് കാണുക എന്നുള്ളതാണ്. ഇത് നടന്ന് മുഴുവനായിട്ടും കാണണമെങ്കിൽ അത്രയും സമയമെടുക്കും. ഒരു 360 ഡിഗ്രിയിലെ സത്യത്തിൽ ഇതാണ് ഒരു ടൂറിസം കേന്ദ്രത്തിലെ യഥാർത്ഥ ബഹളം. നല്ല ആളുകളുണ്ട്, അതിനനുസരിച്ച് നല്ല കലപില സൗണ്ടാണ്. വീഡിയോ ഒന്നും എടുത്ത് നമുക്ക് വോയിസ് റെക്കോർഡിങ് നടത്താൻ ഭയങ്കര റിസ്ക്കാണ്. gigantic figure. Oh. Sure. നമ്മൾ ഈ കോട്ടകളൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ നമ്മൾ ആലോചിക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ ഇത്രയും വലിയൊരു ഫോർട്ട്, ഒരു കോട്ടയൊക്കെ എങ്ങനെ നിർമ്മിച്ചത്. ആഭാര കൺസ്ട്രക്ഷൻ തന്നെ ഉണ്ടാവും. ഭയങ്കര ഭംഗിയായിട്ട് അതിൻ്റെ ആർച്ചുകളാണെങ്കിലും കൊത്തുപണികളാണെങ്കിലും കല്ലിലും മരങ്ങളിലൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ കോട്ട സെറ്റ് ചെയ്തിട്ടുള്ളത്. പാറകളൊക്കെ പൊട്ടിച്ച് വളരെ ഭംഗിയായിട്ടായി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബ്ലൂ സീറ്റിൻ്റെ സീനൊക്കെ കണ്ടാ, നല്ല വ്യൂ അത്. വ്യൂ അങ്ങോട്ടൊന്നുമില്ല. ഈ കോട്ട ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റോറി എന്ന് പറയുന്നത് പോലെ ഈ കുന്നിൻ്റെ ചെരുവിനനുസരിച്ച് ഓരോ സ്റ്റെപ്പായിട്ടാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു രക്ഷയില്ലേട്ടാ.
ഒരു ചെറിയ സിംഹാസനമാണ് സത്യത്തിലിത്. കോട്ടയുടെ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളാണ്. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല്ലക്കുകൾ, അതേപോലെ തന്നെ സിംഹാസനങ്ങൾ, അതേപോലെ തന്നെ ആയുധങ്ങൾ, വാള്, അങ്ങനെയുള്ള പല സാധനങ്ങളും പ്രദർശനത്തിന് വെച്ച ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും വളരെ നല്ല വൃത്തിയോടും നല്ല രീതിയിൽ അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പീരങ്കി. സോറി. ഇതൊക്കെ പെർഫെക്ഷൻ നോക്കാം. बेड क्योंकि उसका रिफ्लेक्शन पड़ता है तो यह है मिरर ऑफ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാലേ 1000 മെഴുകുതിരി കത്തിച്ച് വെച്ച ഫീലായിരുന്നല്ലോ ഉണ്ടാവുക. അതാണ് മെയിൻ റോഡ് അല്ലേ? ആ പുറത്തു കൂടി അല്ലേ? ഇത്രേ ദൂരെ കൂടി സംഭവം. ആ അത് ഇവിടേക്ക് വരുന്ന റോഡാന്ന് തോന്നുന്നല്ലേ? देख लो यहाँ सूचित है। देख लो देखो देखो फिर आते നമുക്ക് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ രാജകുടുംബത്തിലെ കുട്ടികൾ ജനിച്ചാൽ അവരെ ആട്ടിയിരുന്ന തൊട്ടിലുകളാണ്, വിവിധ തരം തൊട്ടിലുകൾ. ഓ എന്താല്ലേ!
ആകെ ദർബാറാ. നമ്മളൊരു ദർബാറാണ്. ഞാൻ രാജാവ്, നിങ്ങളൊക്കെ പന്ത്രണ്ട് യോഗ്യത ഒരിക്കലേ ഉള്ളൂ. വേണം പിന്നെ അല്ലേ, നീ വളരണം. എന്താണ് ആ സാധനം യൂസ് ചെയ്യുന്നത്? ബ്യൂട്ടിഫുൾ. ഇതിലൊക്കെ ചോറുണ്ടാക്കിയാലേ ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റുള്ളൂ. അത്ര ആളുണ്ടാവൂലേ? തമിഴ്നാട് ഭാഗത്തൊക്കെ ഉണ്ടാവും. ബൊമ്മ ഞങ്ങളിപ്പോൾ ഈ കോട്ടയുടെ ഏകദേശം ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നിന്നുള്ള ആ ഉദ്യാനത്തിലെ കാഴ്ചകളാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെയിറ്റാണ് ഈ സാധനം ഉരുട്ടിക്കൊണ്ടുവരണം. ഈ സാധനം ഉരുട്ടിക്കൊണ്ടുവരണം. ഈ സാധനം ആണ് താഴെ നമ്മൾ ടപ്പേ 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 ഇത്രയും ഉയരത്തിലല്ലേ, മോളിന്ന് താഴ്ന്ന് വരുന്നിട്ട്. ഈ ഭാഗത്ത് മൊത്തം പീരങ്കികൾ പ്രദർശനത്തിന് വെച്ചതാണ്. ഇന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പീരങ്കികൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അവരങ്ങോട്ട് പോവാണ്. ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ടാ. മെഹ്റാഗഞ്ച് ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും ബ്ലൂ സിറ്റിയുടെ ജോധ്പൂരിൻ്റെ കാഴ്ചകൾ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.